Assalamu alaikum. Welcome to the next class, mechanism of the photosynthesis. Photosynthesis എന്ന് പറഞ്ഞ പ്രോസസ് പ്ലാന്റ്സിൽ നടക്കുന്നത് ഇത് ഗ്രീൻ പോർഷൻ. പ്ലാന്റ്സിലെ ഗ്രീൻ പോർഷൻ എന്ന് പറയുന്നത് മെയിൻലി അതിൻ്റെ ലീഫാണ്. ലീഫിലെ മീസോഫിൽ സെൽസിനെ ക്ലോറോപ്ലാസ്റ്റിൽ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ് നടക്കുന്നത്. ഫോട്ടോസിന്തസിനെ രണ്ട് ഭാഗങ്ങളാക്കാം: ലൈറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ഫോട്ടോ കെമിക്കൽ ഫേസ്. രണ്ടാമത്തത് ബയോസിന്തറ്റിക് ഫേസ് അല്ലെങ്കിൽ ഡാർക്ക് റിയാക്ഷൻ. ലൈറ്റ് റിയാക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈറ്റ് റിയാക്ഷനിൽ നടക്കുന്നത് അബ്സോർപ്ഷൻ ഓഫ് ദ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ ലൈറ്റ് എനർജിയെ അബ്സോർബ് ചെയ്തിട്ട് കെമിക്കൽ എനർജിയാക്കി മാറ്റുക. കെമിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ATP, NADPH എന്ന എനർജി മോളിക്യൂൾസ് ആക്കി മാറ്റുന്നതാണത് ലൈറ്റ് റിയാക്ഷനിൽ നടക്കുന്നത്. എവിടെ വെച്ചിട്ടാണ് അത് നടക്കുന്നത്? ക്ലോറോപ്ലാസ്റ്റിലെ ഗ്രാനുലിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. എന്നാൽ ഡാർക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ ബയോസിന്തറ്റിക് ഫേസ് സ്ട്രോമയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ലൈറ്റ് റിയാക്ഷൻ്റെ സ്റ്റെപ്പുകളായി തരംതിരിക്കുകയാണെങ്കിൽ 4ആയി തരംതിരിക്കാം. അബ്സോർപ്ഷൻ ഓഫ് ദി ലൈറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ്. Next is splitting of the water, releasing of the oxygen and photophosphorylation. ഇനി അബ്സോർപ്ഷൻ ഓഫ് ദി ലൈറ്റ് എന്ന് പറയുമ്പോൾ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത് ഏതാണ്? ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ്, ക്ലോറോഫിൽ A, ക്ലോറോഫിൽ B, കരോട്ടിൻസ്, സാന്തോഫിൽ. ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ മെയിൻ റിയാക്ഷൻ സെൻറ്റർ എന്ന് പറയുന്നത് ക്ലോറോഫിൽ A മോളിക്യൂൾസ് ആണ്. ഒരുപാട് ക്ലോറോഫിൽ എയിൽ 2 ക്ലോറോഫിൽ A മോളിക്യൂൾസ് ആയിരിക്കും അതിൻ്റെ റിയാക്ഷൻ സെൻറ്റേഴ്സ്. അതിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന മറ്റുള്ള ക്ലോറോഫിൽ A മോളിക്യൂൾസ് ആയിരിക്കും അതിൻ്റെ കോർ മോളിക്യൂൾസ്. അതിന് ചുറ്റിപ്പറ്റിയിരിക്കുന്ന മോളിക്യൂൾസ് ആയിരിക്കും ആൻറ്റീന അല്ലെങ്കിൽ അക്സസറി പിഗ്മെന്റ്സ്. ഇതെല്ലാം കൂടിയിട്ടാണ് ഒരു ലൈറ്റ് ഹാർവസ്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറുന്നത്. ഇനി അബ്സോർപ്ഷൻ ഓഫ് ദ ലൈറ്റ്, ദ ഗ്രൂപ്പ് ഓഫ് ദ പിഗ്മെന്റ്സ്. ഓരോ പിഗ്മെന്റ്സിനും അതിൻ്റെതായിട്ടുള്ള വേവ് ലെങ്ത് ഉണ്ട്. അതെന്തായിട്ടാണ് പ്രവർത്തിക്കുന്നത്? ഒരു റിയാക്ഷൻ സെന്റർ, അതിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന അക്സസറി പിഗ്മെന്റ്സ് ആയിട്ടാണ്. പിന്നെ ഈ ഫോട്ടോസിന്തസിസിനെ അതിൻ്റെ തോതനുസരിച്ചിട്ട് അത് അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് അടിസ്ഥാനത്തിൽ അതിന് 2ആയി തരംതിരിക്കാം: ഫോട്ടോസിസ്റ്റം 1 ആൻഡ് ഫോട്ടോസിസ്റ്റം 2. റിയാക്ഷൻ സെന്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ ക്ലോറോപ്ലാസ്റ്റിലെ ഗ്രാനയെ കുറിച്ച് പറഞ്ഞു. ഇത് ഡയഗ്രാം ഓഫ് ദ ഗ്രാന. ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നതാണ് സ്ട്രോമൽ ലാമെല്ല. ഇതിന്റെ ഇടയിലുള്ള ഈ പോർഷൻസ് ആണെന്ത്? ഈ ബ്ലാങ്ക് ആയിട്ടുള്ള പോർഷൻസ് ആണ് സ്ട്രോമ. ഒരുപാട് തൈലക്കോയിഡുകൾ ചേർന്നാണെന്ത്? ഗ്രാന. ഈ തൈലക്കോയിഡില് ഇതിന്റെ ഔട്ടർ മെംബ്രെയിനില് ലിപ്പിഡ്സ് ഉണ്ടാവും, ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള ലിപ്പിഡ്സ് ഉണ്ടാവും. ഇതിന്റെ ഇടയിലാണ് ഓരോ ഫോട്ടോസിസ്റ്റവും വരുന്നത്. അപ്പോൾ അവിടെ 2 ഫോട്ടോസിസ്റ്റം ഉണ്ടാവും, PS1ഉം PS2ഉം. ആദ്യം ഐഡന്റിഫൈ ചെയ്ത് PS1 ആയി കാരണമാണ് അതിൽ PS1 എന്നുള്ള പേര് കൊടുക്കുന്നത്. PS1 നമ്മൾ പറഞ്ഞു 700 നാനോമീറ്റർ വേവ് ലെങ്ത്തിലാണ് വലിച്ചെടുക്കുന്നത്. ഭൂരിപക്ഷം PS1ലെ പിഗ്മെന്റ്സ് എന്തായിരിക്കും? ക്ലോറോഫിൽ A മോളിക്യൂൾസ് ആയിരിക്കും. PS2ലാണെങ്കിൽ ക്ലോറോഫിൽ B ആയിരിക്കും. ഇവിടെ രണ്ടിടത്തും റിയാക്ഷൻ സെന്റർ എപ്പോഴും ഏതാണ്? ക്ലോറോഫിൽ A മോളിക്യൂളാണ്. ഇനി ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ പിഗ്മെന്റ് സിസ്റ്റം വരക്കുകയാണെങ്കിൽ റിയാക്ഷൻ സെന്റർ ക്ലോറോഫിൽ A, അതിനടുത്ത് അതിൻ്റെ കോർ മോളിക്യൂൾസ് അല്ലെങ്കിൽ പിഗ്മെന്റ് ആൻറ്റീന മോളിക്യൂൾസ്, ആൻറ്റീന പിഗ്മെന്റ്സ് അതിനടുത്തുണ്ടാവുക. ഇതിൽ ക്ലോറോഫിൽ B ഉണ്ടാവും, ക്ലോറോഫിൽ A ഉണ്ടാവും, സാന്തോഫിൽ ഉണ്ടാവും, കരോട്ടിൻസ് ഉണ്ടാവും. ഓരോന്നും അതിൻ്റെതായിട്ടുള്ള വേവ് ലെങ്ത്തിൽ ലൈറ്റ് എനർജിയെ അബ്സോർബ് ചെയ്യും. ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ അതിലെ പ്രോട്ടോൺസ്
എന്ത് ചെയ്യും? അതിൻ്റെ അപ്പർ ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യും. അങ്ങനെ അത് എനർജി റിലീസായിട്ട് ഇലക്ട്രോൺസ് തിരിച്ച് അതിൻ്റെ ഓരോന്നിൻ്റെ പൊസിഷനിലേക്ക് തിരിച്ചു വരും. അങ്ങനെ എനർജി റിലീസ് ചെയ്യുമ്പോൾ, ഒന്ന് അബ്സോർബ് ചെയ്ത് എനർജി റിലീസ് ചെയ്യുമ്പോൾ മറ്റൊന്നിലേക്ക് ആ എനർജി ട്രാൻസ്ഫർ ആവും. അവസാനം ഓരോ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും ഫുട്ബോൾ കൈമാറുന്ന പോലെ മാറി മാറി അവസാനം എന്തിലേക്ക് ചെന്നെത്തും? റിയാക്ഷൻ സെൻറ്റർ അല്ലെങ്കിൽ ക്ലോറോഫിൽ എ ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള സെൻറ്ററിലേക്ക് വന്നെത്തും. അങ്ങനെ സെൻറ്ററിലേക്ക് വന്നെത്തുമ്പോൾ 700 നാനോമീറ്റർ വേവ് ലെങ്ത്തിലാണ് അത് വലിക്കുന്നെങ്കിൽ അതാണെന്ത്? PS1. അത് 680 വേവ് ലെങ്ത്തിലാണ് അത് വലിക്കുന്നെങ്കിൽ അതാണ് PS2. ഇതാണ് ഇവിടെ ഫോട്ടോ സിസ്റ്റം അല്ലെങ്കിൽ ലൈറ്റ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത്. നെക്സ്റ്റ് സ്പ്ലിറ്റിംഗ് ഓഫ് ദ വാട്ടർ. സ്പ്ലിറ്റിംഗ് ഓഫ് ദ വാട്ടർ നടക്കുന്നത് PS2വിൻ്റെ കേസിലാണ്. ആ സമയത്താണ് സ്പ്ലിറ്റിംഗ് ഓഫ് ദ വാട്ടർ നടക്കുന്നത്. ആദ്യം നടക്കുന്ന പ്രോസസ്സ് PS2 ആണ്. PS1 PS2 എന്ന് പേര് കൊടുക്കാൻ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തത് 700 നാനോമീറ്റർ വേവ് ലെങ്ത്തിലെ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നതാണ്. പിഗ്മെന്റ് സിസ്റ്റത്തെയാണ് ഫസ്റ്റ് അബ്സോർബ് ചെയ്തത്. അതുകൊണ്ടാണ് അതിന് PS1 എന്ന് പേരെടുത്തത്. പക്ഷെ ഫസ്റ്റ് നടക്കുന്ന പ്രോസസ്സ് ഏതാണ്? PS2 ആയ 680 നാനോമീറ്റർ വേവ് ലെങ്ത്തിലുള്ള PS2 ആണ് ആദ്യം നടക്കുന്നത്. ആ സമയത്താണ് സ്പ്ലിറ്റിംഗ് ഓഫ് ദ വാട്ടർ, അതേപോലെ തന്നെ ഓക്സിജൻ റിലീസും നടക്കുന്നത്. നെക്സ്റ്റ് സ്പ്ലിറ്റിംഗ് ഓഫ് ദ വാട്ടർ അല്ലെങ്കിൽ ഫോട്ടോലൈസിസ് ഓഫ് ദ വാട്ടർ. സ്പ്ലിറ്റിംഗ് ഓഫ് ദ വാട്ടർ എന്ന പ്രോസസ്സ് നടക്കുന്നത് ഫോട്ടോ സിസ്റ്റം 2ൻ്റെ സമയത്താണ്. അതിൻ്റെ കൂടെയാണ് ഇത് സ്പ്ലിറ്റിംഗ് ഓഫ് ദ വാട്ടർ നടക്കുന്നത്. അപ്പോൾ വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്താ ഉണ്ടാവുന്നത്? ഹൈഡ്രജൻ അയണും ഓക്സിജൻ റിലീസ് ആവുകയും ചെയ്യുന്നു. If the light induced splitting of the water during photosynthesis result എന്താണ്? ഹൈഡ്രജൻ, ഇലക്ട്രോൺസ് ആൻഡ് ഓക്സിജൻ. ഇത് മെയിനായിട്ട് എപ്പോഴാണ് നടക്കുന്നത്? PS2ൻ്റെ സമയത്താണ്. നെക്സ്റ്റ് ഫോസ്ഫോറിലേഷൻ. എന്താണ് ഫോസ്ഫോറിലേഷൻ? ദ ഫോർമേഷൻ ഓഫ് ദ ATP മോളിക്യൂളിൽ പറയണത് സിന്തസിസ് ഓഫ് ദ ATP മോളിക്യൂൾ ബൈ ദ സെൽ. സെല്ലിൽ ATP മോളിക്യൂൾസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണിത് ഫോസ്ഫോറിലേഷൻ. ATP മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് ഏതൊക്കെയാണ്? ഓർഗൻസ് ഏതെല്ലാം? മൈറ്റോകോൺട്രിയയും ക്ലോറോപ്ലാസ്റ്റാണ്. ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ ATP പ്രൊഡ്യൂസ് ചെയ്യണ ലൈറ്റിൻ്റെ പ്രസൻസിൽ ATP പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിന് പറയുന്ന പേരാണിത് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഇത് മെയിനായിട്ട് ക്ലോറോപ്ലാസ്റ്റിൽ നടക്കുന്നത്. It is the synthesis of the ATP from ADP and inorganic phosphate in the presence of the sunlight. സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ATP പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നു. ATP പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്നത് ഫോസ്ഫോറിലേഷൻ. മെയിനായിട്ട് നടക്കുന്ന ഫോസ്ഫോറിലേഷൻ മൈറ്റോകോൺട്രിയയിലും ക്ലോറോപ്ലാസ്റ്റിലാണ്. ഇനി നമുക്ക് ഫോട്ടോസിന്തസിസിൻ്റെ ആ പ്രോസസ്സ് രണ്ട് രീതിയിലാണ് നടക്കുന്നത്. നോൺ സൈക്ലിക് ആൻഡ് സൈക്ലിക്. നോൺ സൈക്ലിക് എന്ന് പറഞ്ഞാൽ സെഡ് സ്ക്രീൻ പ്രോസസ്സ്. നമുക്കത് നെക്സ്റ്റ് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്തസിസ് ഓഫ് ദ ATP മോളിക്യൂൾ സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറഞ്ഞ പേരാണത് ഫോട്ടോഫോസ്ഫോറിലേഷൻ. മൈറ്റോകോൺട്രിയയും ക്ലോറോപ്ലാസ്റ്റാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ സിന്തസിസ് ഓഫ് ATP in the presence of the sunlight. It is synthesis of the ATP in the presence of the sunlight. സൺലൈറ്റിൻ്റെ സഹായത്തോടെ ATP എനർജിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പറഞ്ഞാൽ ഫോട്ടോഫോസ്ഫോറിലേഷൻ. അത് രണ്ട് രീതിയിലാണ്, നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ആൻഡ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഇനി നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നമ്മൾ പറഞ്ഞിരുന്നു പിഗ്മെന്റ് സിസ്റ്റംസ് അല്ലെങ്കിൽ ഫോട്ടോ സിസ്റ്റംസ് രണ്ട് തരമുണ്ട്, PS1ഉം PS2ഉം. എന്തുകൊണ്ടാണ് അതിനെ പേര് വന്നത്? 680 നാനോമീറ്റർ വേവ് ലെങ്ത് വലിക്കുന്നത് PS2 ആണെന്നും 700 നാനോമീറ്റർ വേവ് ലെങ്ത് വലിക്കുന്നത് PS1 ആണെന്നും
നമുക്ക് വ്യക്തമായി. ഇനി ഇവിടെ നോൺ സൈക്ലിക് എന്നുകൊണ്ടെന്ന് പറയുന്നത് സൈക്ലിക് അല്ലാത്തത് കൊണ്ട് തന്നെ. പിന്നെ ഇവിടെ ആദ്യം പ്രവർത്തിക്കുന്നത് സിസ്റ്റം ഫോട്ടോ സിസ്റ്റം 2 ആണ് ആദ്യമായിട്ട് പ്രവർത്തിക്കുന്നത്. എന്താ ചെയ്യാം? ലൈറ്റിൽ നിന്നും സൺലൈറ്റിൽ നിന്നും ലൈറ്റ് ഹാർവസ്റ്റ് കോംപ്ലക്സ്, ലൈറ്റ് ഹാർവസ്റ്റ് കോംപ്ലക്സ് നമ്മുടെ റിയാക്ഷൻ സെന്റേഴ്സും കോർ ആൻറ്റിന മോളിക്യൂൾസും അതെല്ലാം ലൈറ്റ് റേസിനെ വലിച്ചെടുക്കും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? എക്സൈറ്റഡ് ആയിട്ട് മുകളിലേക്ക് അപ്ഹിൽ ജമ്പ് ചെയ്യും. ജമ്പ് ചെയ്യുമ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സ് ഉണ്ട്. ആ ഇലക്ട്രോൺ ആക്സെപ്റ്റർ അത് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും ETS വഴി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം വഴി അത് എവിടേക്ക് എത്തും? PS1ലേക്ക് എത്തും. ഈ PS1ലേക്ക് വരുന്നത് ഡൗൺ ഹിൽ പ്രോസസ്സാണ്. അത് കഴിഞ്ഞ് ഇവിടുന്ന് എക്സ്ട്രാ വലിച്ചെടുക്കുന്ന ഇതാവുമ്പോൾ എന്തായി? 700 നാനോമീറ്റർ വേവ് ലെങ്തിൽ പിഗ്മെന്റ്സ് വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ആയി. അപ്പോൾ ഇതൊന്നും കൂടിയും ഹൈറ്റിൽ ജമ്പ് ചെയ്യും. അങ്ങനെ ഹൈറ്റിൽ ജമ്പ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ആക്സെപ്റ്റർ അതിനെ സ്വീകരിക്കും. ഈ ഓരോ പ്രാവശ്യം ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴും ആദ്യത്തെ പ്രാവശ്യം ADP അതുപോലെ ഇൻഓർഗാനിക് ഫോസ്ഫേറ്റും കൂടി ചേർന്ന് ATP ആയിട്ട് മാറും. അതേപോലെ തന്നെ ഇവിടെയും NADP അതേപോലെ ഫോസ്ഫേറ്റും ചേർന്നിട്ട് NADPH പ്ലസ് ഹൈഡ്രജൻ അയോൺസ്. ഇങ്ങനെ ഇത് രണ്ടുമാണ് ഇവിടെ ATPയും NADPH ആണ് ഇവിടെ എനർജി മോളിക്യൂൾസ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സൈക്ലിക് മാനർ അല്ലാത്തത് കൊണ്ടാണ് ഇതിനെ നോൺ സൈക്ലിക് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു പേരുണ്ട് Z സ്കീം. ഇതിനെ സ്ട്രക്ചർ സെഡിനെ തിരിച്ചിട്ട പോലെയാണ്, അതുകൊണ്ടാണ് ഇത് Z സ്കീം എന്ന് പറയുന്നത്. ലൈറ്റിൽ നിന്നും ലൈറ്റ് ഹാർവസ്റ്റ് കോംപ്ലക്സിലേക്ക് സണ്ണിൽ നിന്നും വരുന്ന രശ്മികൾ അതെന്താണ്? അതൊരു വലിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോൺ ലൈറ്റ് ഹാർവസ്റ്റ് കോംപ്ലക്സിൽ നിന്നും ആക്സെപ്റ്ററിലേക്ക് അപ്ഹിൽ പ്രോസസ്സാണ്, പിന്നെ ഡൗൺ ഹിൽ പ്രോസസ്സാണ്, പിന്നെയും അപ്ഹിൽ പ്രോസസ്സാണ്, പിന്നെ NADPH ഉണ്ടാവുന്നത് ഒരു ഡൗൺ ഹിൽ പ്രോസസ്സാണ്. ഈ രീതിയിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഫോട്ടോഫോസ്ഫോറിലേഷൻ അല്ലെങ്കിൽ ATP നോൺ സൈക്ലിക് അല്ലെങ്കിൽ Z സ്കീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് സൈക്ലിക് PS1ലാണ് നടക്കുക. നോൺ സൈക്ലിക് നടക്കുന്നത് ഗ്രാനയിലെ ലാമെല്ലയിലാണ്. എന്നാൽ സൈക്ലിക് സ്ട്രോമൽ ലാമെല്ലയിലാണ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുന്നത്. ഇവിടെ PS1 ആണ് പ്രവർത്തിക്കുന്നത്. ലൈറ്റ് എനർജി ആരാണ്? പിഗ്മെന്റ്സ് ട്രാപ്പ് ചെയ്യും ലൈറ്റ് ഹാർവസ്റ്റ് കോംപ്ലക്സ്. അത് PS1 എന്ന് പറഞ്ഞാൽ ക്ലോറോഫിൽ A 700 നാനോമീറ്റർ വേവ് ലെങ്തിലെ റേസിനെ ട്രാപ്പ് ചെയ്യുന്ന പിഗ്മെന്റ്സ്. ആ പിഗ്മെന്റ്സ് എക്സൈറ്റഡ് ആകുമ്പോൾ ആ ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ആക്സെപ്റ്റർ അതിനെ വലിച്ചെടുക്കും. ആ എനർജിനെ റിലീസ് ആയി കഴിഞ്ഞാൽ തിരിച്ച് ETS വഴി ഇതിലേക്ക് വരും, ലൈറ്റ് ഹാർവസ്റ്റ് കോംപ്ലക്സിലേക്ക് വരും. പിന്നെയും ലൈറ്റ് എനർജി വലിച്ചെടുത്തു കഴിഞ്ഞാൽ 700 നാനോമീറ്റർ വേവ് ലെങ്ത് പിന്നെയും അത് ജമ്പ് ചെയ്യും. ഈ ഒരു പ്രോസസ്സ് റൊട്ടേഷനായി നടക്കുന്നതുകൊണ്ടാണ് ഇതിനെ സൈക്ലിക് എന്ന് പറയുന്നത്. ഇത് സ്ട്രോമൽ ലാമിലെ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഫോട്ടോഫോസ്ഫോറിലേഷൻ രണ്ട് രീതിയിലാണ് വരുന്നത്: നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ആൻഡ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ ATP അല്ലെങ്കിൽ NADPHന്റെ പ്രൊഡക്ഷൻ. ഇവിടെ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ NADPH പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇവിടെ ആകെ ATP ACE എൻസൈംസ് മാത്രമുള്ളൂ. ഇവിടെ ATP ACE എൻസൈം ഉണ്ട്, NADP ACE എൻസൈം ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ രണ്ട് പ്രോഡക്ട്സ് കിട്ടുന്നുണ്ട് എനർജി മോളിക്യൂൾസ്. ഇവിടെ ആകെ ATP മോളിക്യൂൾ മാത്രമേ കിട്ടുന്നുള്ളൂ. ഇതാണ് ഫോട്ടോഫോസ്ഫോറിലേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എങ്ങനെയാണ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ETS വഴി എങ്ങനെയാണ് ഇലക്ട്രോൺസിന് കിട്ടുന്ന അല്ലെങ്കിൽ എനർജി മോളിക്യൂൾസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാര്യം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. താങ്ക് യു.